പാലം വന്നതോടെ പ്രദേശവാസികൾ കൂടി മുണ്ടക്കയിൽ എത്തിയിട്ടുണ്ട്. സ്വന്തം നാട് കണ്ടാൽ തിരിച്ചറിയാതെ വന്നതോടെ വിങ്ങുകയാണവർ. നമ്മളോടൊപ്പം ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സലീം. എൻ്റെ പേര് ശേഖരൻ. നിങ്ങളുണ്ടായിരുന്നോ അന്ന്? ഞങ്ങൾ ആ ടൈമിൽ ഓടി കഴിച്ചില്ലായിരുന്നു. എവിടെ നിങ്ങൾ താമസിച്ചിരുന്നത്? ഞങ്ങൾ കുറച്ച് താഴത്താ. ആ വീട് പോയോ? നിങ്ങൾ താമസിച്ചിരുന്നത്? ആ വീട് പോയി, പക്ഷേ ഞങ്ങൾ ഓടി റോഡിലേക്ക്. എല്ലാവരും ഓടി, കുടുംബത്തിൽ എല്ലാവരും സേഫായിട്ട്. ഇവിടെ ഇപ്പം വീടുകളുണ്ടായിരുന്നു? ആ, ഇവിടെ കോട്ടേഴ്സ് ഉണ്ടായിരുന്നു. പാടി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോട്ടേഴ്സ് ഉണ്ട്. എത്ര പേരുണ്ടായിരുന്നു അതിൽ? ഒരു കോട്ടേഴ്സിൽ 6 കുടുംബം താമസിക്കുക. അങ്ങനെ 12 കുടുംബം ഉണ്ടാവും ഇതിൽ. അവരൊക്കെ മാറിയിരുന്നു? ഇല്ല, മാറാൻ സാധ്യത വളരെ കുറവാണ്. ഇതിൽ നമ്മളെ സുഹൃത്ത് ബഷീർ പറഞ്ഞൊരാളുണ്ട്, നമ്മളുടെ സുഹൃത്താണ് ബഷീർ. അവൻ്റെ വണ്ടി അവിടെ വെച്ചിട്ട് ചുരമല വെള്ളപ്പങ്കണ്ടിയിൽ ഓടുകയാണ്. അവിടെ ഓടി വൈകുന്നേരം 5 ഇറങ്ങാൻ ഇങ്ങോട്ട് വന്നതാണ്. അവനും അവൻ്റെ കുടുംബവും അവൻ്റെ മോളും. അടുത്ത മാസം കല്യാണം മോളെ. ഭാര്യയും പോയി, അവനും പോയി. നമ്മളെ ഉറ്റ സുഹൃത്താണ്. ഇത് ക്യാൻറ്റീൻ പാടി എന്നാണ് പറയുക ഇതിന്. ഇവർ 2 ലൈനായിരുന്നു. 2 ലൈനായിരുന്നു. 12 കുടുംബങ്ങൾ. ഒരു ക്രോസ് ലൈനും ഉണ്ടായിരുന്നു. 3 ലൈൻ മൊത്തം. എവിടം വരെയായിരുന്നു ഈ ആൾക്കാർ താമസിച്ചിരുന്നത്? ഇവിടെയൊക്കെ താമസക്കാരുണ്ട്. ഇവിടെയൊക്കെ സ്വന്തം വീടുള്ളവരുണ്ട്. അവരൊന്നുമില്ല, അവരൊക്കെ പോയി, എല്ലാം പോയി. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരല്ലേ? എല്ലാം പരിചയമുള്ള. ഈ ഒരു ടൗൺ ഏരിയയിൽ നിന്ന് എത്ര ഒരു വീടുകൾ പോയിട്ടുണ്ട്? ഒരു കുഞ്ഞുമൊയ്ജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളെ 16 ആളെ ഒറ്റൊന്നും പോലും ഇല്ല. 16 ആൾ. യൂസുഫ്, അതിൻ്റെ അടുത്ത് യൂസുഫ് ആയിരുന്നു. യൂസുഫ് ഒരു ഹോട്ടലൊക്കെ നടത്തിയിട്ട് ഒരു കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അവർ മൊത്തം കുടുംബം. പിന്നെ നമ്മളെ ഉറ്റ സുഹൃത്താണ് സുദേവൻ എന്ന് പറഞ്ഞത്. അവൻ്റെ കുടുംബത്തിൽ 6-7 ആളും പോയി. കാര്യം ഇവിടെ എല്ലാവരും പറയുന്നു. സുദേവൻ്റെ അവൻ്റെ കംപ്ലീറ്റ് എല്ലാം അമ്മയും സ്ലാവിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടിയത്. അവൻ്റെ ഭാര്യ ഇന്നലെ കിട്ടി. ഭയങ്കര ദയനീയതയാണ്. ഒന്നുമില്ല. അവനെ കഴിഞ്ഞ നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതാണ് അത്രയും വേദനയാണ്. അതായത് നമ്മൾ അങ്ങനെ ഇതാകുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? എത്ര പേരുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ താമസിക്കാൻ? ഇതിലൊരു 500-ന്റെ മുകളിലുണ്ടാവുന്ന സംശയം. ഇവിടെ മാത്രമായിട്ട്. അപ്പൊ അവരെ എല്ലാം കിട്ടാനും ഉണ്ടല്ലേ? കുറെ കിട്ടാനും ഉണ്ട്. കുറെ ആൾ മിസ്സിംഗ് ആണ്. ബംഗാളികളുണ്ടായിരുന്നു. അവരെ ഒരു അവസ്ഥ അറിയില്ലല്ലോ. അവരൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനത്തെ കുറെ ആളുകളേ ഉള്ളൂ. എല്ലാം നമ്മൾ അറിയുന്ന ഉറ്റ സുഹൃത്തുക്കളാണ്. ഇവരൊന്നും നമുക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. 3ലുമായിട്ട് ഏതാണ്ട് 12 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. 12 കുടുംബങ്ങളിൽ ബഷീർ എന്ന് പറയുന്ന ആളുടെ മകളുടെ വിവാഹമായിരുന്നു അടുത്ത ആഴ്ച നടക്കേണ്ടിയിരുന്നത്. ബഷീറിന് ഒറ്റ മകളായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഒറ്റ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ കല്യാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടി ഒരുക്കി വെച്ചിരുന്നത്. അതെല്ലാം തായി മണ്ണിനടിയിൽ ഉണ്ട്. ആ ബഷീറിനെയും കുടുംബത്തെയും അടക്കം 12 പേരെയാണ് ഈ മണ്ണിനടിയിൽ ഈ JCB ഉപയോഗിച്ച് പരതിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് കൂടുതൽ കേൾക്കുമ്പോൾ ഉള്ളുലഞ്ഞു പോവുകയാണ്. അത്ര വലിയൊരു ആഘാതമാണ് ഈ നാട്ടിൽ, ഈ മനുഷ്യരിൽ ഈ പ്രകൃതി ഏൽപ്പിച്ച ആഘാതം.